എനിക്ക് ഭയങ്കര കുശുമ്പാണ് നിങ്ങളോട്. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. മാത്രമല്ല എൻ്റെ കൂട്ടുകാരിൽ ഞാൻ തെക്കിന്ന് വരുന്ന ഒരാളാണ്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം അവിടെയാണ്. ഞങ്ങളുടെ ഡിസെൻഡൻസ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഞങ്ങൾ റാവുത്തർമാരാണ്. അത് സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, സാറ് റാവുത്തറാണെന്ന്. ഖാനം ചേർക്കുന്ന ഞങ്ങൾ പലരും റാവുത്തർമാരായിരിക്കും. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത ഒരു സൗഹൃദത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള അന്തർധാര നിങ്ങളുടെ ഇടയിലുണ്ട്. കാരണം എനിക്ക് പല സുഹൃത്തുക്കളും ഈ സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. മൗണ്ടനറിങ്ങിന് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് ഈ സൈഡിൽ സുഹൃത്തുക്കൾ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നിങ്ങളോട് കുശുമ്പാണ്. അപ്പം അത് ഒറ്റ കാരണം കൊണ്ടാണ് പൊന്നാനി ഒരു പരിപാടി വിളിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ വന്നോളാം. എനിക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് US പോകാനുള്ളതാണ്. 5-ാം തീയതി ഞാൻ US പോകും ക്ലൈമ്പിന്. അപ്പോൾ ഒരുപാട് എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ബുക്കിംഗ് ഉണ്ട്. എന്നിട്ട് ഞാൻ 1-ാം തീയതി വരാമെന്ന് പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ്. പരിപാടി ഈ സൈഡിലായതുകൊണ്ടാണ്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് കുറച്ച് സ്നേഹം എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പിന്നെ ഈ അയ്യൂബ് ഖാൻ സാറിനെ പോലെ ഇത്രയും സർവീസും ഇത്രയും കാര്യക്ഷമമായ കാര്യങ്ങൾ ചെയ്ത ഒരാൾ റിട്ടയർമെൻറ്റിൽ എന്നെ പോലെ ഒരു സാധാരണ എന്താ പറയുക, ഞാനും സർക്കാർ ജോലിക്കാരനാണ്, മൗണ്ടനിയർ ആണ്. പക്ഷേ ഞാൻ ബേസിക്കലി ഒരു സർക്കാർ ജോലിക്കാരാണ്. സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ്. ജോയിൻ ചെയ്താൽ ഗസറ്റഡ് ഓഫീസർ ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ ലീവ് എടുത്ത് നടക്കുകയാണ്. ഇപ്പോൾ 1.5 വർഷമായിട്ട് LWIയിലാണ്. മൗണ്ടനിയറിംഗ് ഒക്കെ ഞാൻ അതിലാണ് ചെയ്യുന്നത്. ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജോലി രാജിവെക്കാതെ തന്നെ മാക്സിമം മൗണ്ടൻസ് കയറുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. വ്യക്തിഗത പഠന പിന്തുണ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC യൂണിറ്റുകൾ. ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ്. IIT HSS, നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക. മൗണ്ടനിയറിംഗിൽ ഞാൻ എവറസ്റ്റ് ഒക്കെ കയറി 2022 മൗണ്ട് എവറസ്റ്റ് കയറി സക്സസ് ആയ ഒരു ഭാഗ്യവാനാണ് ഞാൻ. കാരണം ഞാൻ പറയുന്നത് അങ്ങനെ വെച്ചാൽ ഒരു 50% ഭാഗ്യത്തിലാണ് നമ്മൾ ഇതിൻ്റെ കളികളൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ഫിസിക്കൽ, മെൻ്റൽ, ഫിനാൻഷ്യലായിട്ട് എല്ലാ സ്ട്രഗിളും ഏറ്റെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഭാഗ്യത്തിൻ്റെ കണികയില്ലെങ്കിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റത്തില്ല. അപ്പം എവറസ്റ്റ് പോലെ ഒരു വലിയൊരു എക്സ്പെഡീഷൻ അത് ഞാൻ 5 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടാണ് 2022 എവറസ്റ്റ് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായത്. കാരണം ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികത്തിന് ഒരു സാധാരണ പന്തളംകാരനായിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ നിന്നാണ് ഈ എവറസ്റ്റ് എക്സ്പെഡീഷൻ ഉടലെടുത്തത്. മൗണ്ടനിയറിംഗിലേക്ക് വരാൻ വേണ്ടി എൻ്റെ സ്റ്റോറി പറയുന്ന ഒരുപാട് സ്റ്റോറിയാണ്. ഒരു 10 മിനിറ്റിൽ ഞാൻ നിർത്തിക്കോളാം. മൗണ്ടനിയറിംഗിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എനിക്കായത്, ഞാൻ ഡൽഹിയിൽ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തത് 2015. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഞാൻ ഡെപ്യൂട്ടേഷൻ മേടിച്ച് ഡൽഹി കേരള ഹൗസിൽ ലേസൺ ഓഫീസറായിട്ട് പോയി ജോയിൻ ചെയ്ത്, അപ്പം ജോലിക്ക് ഇടയ്ക്ക് ഞാൻ സിവിൽ സർവീസ് പഠിക്കും. രാവിലെ ക്ലാസ്സിന് പോകും, വൈകിട്ടും പോകും, ഇടയ്ക്ക് പഠിക്കും. അങ്ങനെ ഞാൻ 3-4 ചാൻസ് ഇവിടെ നഷ്ടമാക്കിയിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് എഴുതിയിട്ടൊന്നും പാസ്സാകാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല തിരിച്ചു പോയി നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് കിട്ടിയില്ല. ആ കൂട്ടത്തിലാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഡാർജിലിംഗിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാനിടയായി. ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അത് ഡാർജിലിംഗിൽ പോയവർക്കറിയാം, സൂവിനകത്താണ് ഇരിക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടപ്പോഴാണ് മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടെന്നത് പഠിക്കണമെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഒരു കൗതുകത്തിന് പോയിട്ട് ജോയിൻ ചെയ്തതാണ്. 28 ഡേയ്സിൻ്റെ കോഴ്സാണ്, ഇന്ത്യൻ ആർമി നൽകുന്നൊരു കോഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് മൗണ്ടനിയറിംഗിൽ ഇന്ത്യയിൽ ഉടനീളം സുഹൃത്തുക്കളെ കിട്ടുകയും അതിനുശേഷം മൗണ്ടൻസ് കയറാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയും അതിനുശേഷം ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മീറ്റിങ്ങിന് ഞാൻ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറഞ്ഞ ആഘോഷത്തിൽ നടത്താൻ തീരുമാനിക്കുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൻ്റെ 1st, 2nd മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തതാണ്, ഗവൺമെൻറ് ഓഫ് കേരള റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്ത് ചെയ്യാൻ പറ്റും. അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കേരള ഹൗസിലുള്ള ഗസറ്റഡ് ഓഫീസർമാർ ഞങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു മീറ്റിംഗ് അല്ല, വൈകിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാനത് ഇട്ട് കൊടുക്കുകയും അവസാനം സംസാരിച്ച് ഉരുത്തിരിഞ്ഞ് വന്നത്, എന്തുകൊണ്ടാണ് നിനക്ക് എവറസ്റ്റ് കയറിക്കൂടെ എന്നൊരു ചോദ്യം വന്നത്. ശരിക്കും ആ ഒരു ചോദ്യം ഒരു സാധാരണക്കാരൻ കേട്ട് കഴിഞ്ഞാൽ തള്ളിക്കളയും. പക്ഷേ ഞാൻ ആ ചോദ്യം സീരിയസ് ആയിട്ട് എടുത്തതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫലമായിട്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. പിന്നെ ഒരു 5 വർഷം കഠിനമായ ട്രെയിനിങ് ആയിരുന്നു. എവറസ്റ്റ് കയറണമെങ്കിൽ ഡയറക്റ്റ് പോയി കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 6000, 7000, 8000 മീറ്റർ പീക്ക് കയറണം. മാത്രമല്ല ഒരു 45 lakhs rupees വേണം. പിന്നെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എൻഡ്യൂറൻസും കോർ സ്ട്രെങ്ത്തും വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഈ 5 വർഷം കൊണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ സ്ട്രഗിൾ എനിക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിളായിരുന്നു. 45 lakhs എവിടെ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഒരുപാട് കഥകളുണ്ട്. അവസാനം എൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ എനിക്ക് നല്ല കൂട്ടുകാരുടെ വലയുണ്ട് നാട്ടിൽ. ചെറുപ്പം മുതൽ പഠിച്ച കൂട്ടുകാരുണ്ട്. എൻ്റെ കൂടെ വന്ന നവീൻ, എൻ്റെ കൂടെ വന്നൊരു സുഹൃത്തുണ്ട്. അവൻ LKG മുതൽ എൻ്റെ കൂടെ പഠിച്ചതാണ്.
അപ്പം അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം 25,000 രൂപ വെച്ച് ഞാൻ കടം മേടിച്ചു. അങ്ങനെ 10-20 ലക്ഷം രൂപ. പിന്നെ സെക്രട്ടേറിയറ്റ് സൊസൈറ്റിയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് 40 ലക്ഷം രൂപ സ്വരൂപിച്ച് ഞാൻ എവറസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോഴും പലരും ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ, വീടുണ്ടാക്കിക്കൂടെ ഈ പൈസയ്ക്ക്, 40 ലക്ഷം രൂപയ്ക്കെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോഴും നമ്മളൊരു ആഗ്രഹമാണല്ലോ എവറസ്റ്റ് കയറുക എന്നുള്ളത്. മാത്രമല്ല എൻ്റെ ഇന്ത്യയുടെ 50ാമത്തെ സ്വാതന്ത്ര്യ വാർഷികത്തിന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ജാഥയായിട്ട് ഈ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെ ഒക്കെ വേഷം കെട്ടിപ്പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ 75ാമത് സ്വാതന്ത്ര്യ വാർഷികത്തിലായി. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ പക്ഷിയുടെ കാര്യം പറഞ്ഞ പോലെ പക്ഷിക്ക് ഇവിടെ എന്തെങ്കിലും അടയാളം ഇട്ടേ പറ്റൂ. അപ്പം അങ്ങനെ എവറസ്റ്റ് കയറാൻ തീരുമാനിച്ചാണ്. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. എവറസ്റ്റ് കയറുന്നതിൻ്റെ ഇടയ്ക്ക് മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് 400 രൂപ കൂടുതൽ ലഭിക്കും. കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. എവറസ്റ്റിൽ ഒരുപാട് ക്യാമ്പുകളുണ്ട്. ബേസ് ക്യാമ്പ് കഴിഞ്ഞ് മേളിലോട്ട് 4 ക്യാമ്പുകളുണ്ട്. ഈ 4ാമത്തെ ക്യാമ്പ് ഇരിക്കുന്നത് 7800 മീറ്ററിലാണ്. അവിടുത്തെ ഓക്സിജൻ വളരെ കുറവാണ്. ഇപ്പം ലാസ്റ്റ് നമ്മൾ ഈ 60 ദിവസത്തെ എക്സ്പെഡീഷൻ്റെ അവസാന നാളുകളിലാണ് നമ്മൾ ഈ ലാസ്റ്റ് ക്യാമ്പിൽ നിന്ന് മേളിലോട്ട് പോകുന്നത്. ആ സമയത്ത് നമുക്കൊരു ഓക്സിജൻ സിലിണ്ടർ തരും. അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ നമ്മൾ വെച്ച് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ എത്തണം. അപ്പോൾ ഈ അടുത്ത പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ ഓക്സിജൻ സിലിണ്ടർ തീർന്നു പോയി. രാത്രിയാണ്, -30 ഡിഗ്രി തണുപ്പാണ്. ഒരു 70 ഡിഗ്രി സ്ലോപ്പിൽ ഞാൻ 15 മിനിറ്റ് ഓക്സിജൻ ഇല്ലാതെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരാമായിരുന്നു. അതാണ് ഏറ്റവും എളുപ്പം മേളിലേക്ക് കയറുന്നതിനേക്കാളും. ഏറ്റവും നല്ല ഒരു നമ്മൾ രക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നത് ഞാൻ വീണ്ടും അസെൻഡ് ചെയ്യാൻ തീരുമാനിക്കുക. വീണ്ടും ഞാൻ മേളിലേക്ക് പോയപ്പം ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ. 8800 മീറ്ററിലാണ്. അവിടെ ഒരു ഡെഡ് ബോഡി ഒക്കെ കിടപ്പുണ്ട്. ഏകദേശം 200ഓളം ഡെഡ് ബോഡി ഉണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ. ഒരു ഡെഡ് ബോഡി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ ഒരു വലിയ ലൈം സ്റ്റോൺ റോക്കാണ്. അത് 2015 ഭൂകമ്പമൊക്കെ ഉണ്ടായി ആ ഏരിയ കുറച്ച് ഓറിയൻറ്റേഷൻ തെറ്റിക്കിടക്കുകയാണ്. അവിടെ ഞാൻ 2-3 പ്രാവശ്യം ഉരുണ്ടടിച്ച് വീഴുക. എൻ്റെ കാലിൻ്റെ അടിയിൽ ഈ മഞ്ഞിലൂടെ നടക്കാൻ ക്രാംപോൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെല്ലാം ഊരിത്തെറിച്ച് പോവുകയൊക്കെ ചെയ്ത് പിന്നെ അവസാനം എവറസ്റ്റിൻ്റെ മുകളിലേക്ക് 2 മണിക്കൂർ ഒരു കാലിൽ ക്രാംപോൺ ഇല്ലാതെ ഒരു കാലിൽ ക്രാംപോൺ വെച്ച് നോക്കിയാണ് പോയത്. ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രഗിളായിരുന്നു. എനിക്ക് ആ സമയത്ത് ഹാലൂസിനേഷൻസ് വന്നിട്ട് നമ്മുടെ അവതാറിലെ പക്ഷികളെ പോലെയുള്ള പക്ഷികൾ എവറസ്റ്റിൻ്റെ താഴ്വരയിൽ കൂടെ പറന്ന് നടക്കുന്നതൊക്കെ കണ്ടു. കാരണം ബ്രെയിനിൽ ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ നമ്മൾ കൺമുന്നിൽ നമ്മൾ കാണാത്തതൊക്കെ കാണും. ഈ ആൾക്കാരൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത് ഈ ബ്രെയിനിൻ്റെ പരിപാടികളാണ്. കാരണം നമ്മൾ അത്രയ്ക്ക് വിശ്വസിച്ച് നമ്മൾ ബ്രെയിനിൽ ഈ ഓക്സിജൻ്റെ കുറവിൽ നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മൈൻഡിലുള്ള എല്ലാ ക്രിയേഷൻസും ഫ്രണ്ടിൽ തെളിഞ്ഞു വരും. അപ്പം അങ്ങനെയൊക്കെ ഈ ഹാലൂസിനേഷൻസ് നേരിട്ട് വേണം നമ്മൾ ഈ ഇത്ര ഉയരമാണ് പ്രശ്നം. ഈ ഉയരത്തിൽ പോകുമ്പോൾ മനുഷ്യൻ്റെ ശരീരം താങ്ങാൻ വലിയ പാടാണ്. മാത്രമല്ല നമ്മുടെ ശരീരം സൗത്ത് ഇന്ത്യൻസ് ആണ്. സൗത്ത് ഇന്ത്യൻസിൻ്റെ ജെനറ്റിക്കലി തന്നെ നമുക്ക് ഈ ഹൈറ്റിലോട്ട് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുകളുണ്ട്. നോർത്ത് ഇന്ത്യയിലും ഈ എവറസ്റ്റിൻ്റെ താഴ്വരയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഹൈറ്റിനോട് ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ ശരീരം ജെനറ്റിക്കലി കുറച്ചും കൂടെ ഓക്സിജൻ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാക്കിയാണ് പടച്ചോൻ വിട്ടിരിക്കുന്നത്. അപ്പം ഈ സൗത്ത് ഇന്ത്യൻസ് പോകുമ്പം ഒരു 30 ദിവസമൊക്കെ ഈ മഞ്ഞിൻ്റെ താഴ്വരയിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ കുറവുണ്ട്. നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ, ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ എന്ന് പറഞ്ഞ അസുഖങ്ങൾ വരും. ശ്വാസകോശത്തിൽ വെള്ളം കെട്ടും, നമ്മുടെ ബ്രെയിനിൽ ഫ്ലൂയിഡ് കെട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ കൊണ്ടാണ് എനിക്ക് എവറസ്റ്റ് കീഴ്പ്പെടുത്താൻ പറ്റിയത്. അത് ലാസ്റ്റ് ഡേ വരെ എനിക്കതുണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷവും 3 മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എനിക്ക് ന്യൂമോണിയ ബാധിച്ച് എനിക്ക് ശരീരത്തിലെ മുഴുവൻ എൻ്റെ മസിൽസും പോയി. എനിക്ക് പേന പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവസ്ഥ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എവറസ്റ്റ് കയറി. അപ്പം എല്ലാവരും പറഞ്ഞു എവറസ്റ്റ് കീഴടക്കിയ, കൊടുമുടി കീഴടക്കിയ ഭയങ്കരനായ മനുഷ്യൻ. അപ്പം ഞാൻ അന്നും ഇന്നും പറയുന്നത് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു കൊടുമുടി കീഴടക്കാൻ പറ്റത്തില്ല. കൊടുമുടി എന്നും അതുപോലെ തന്നെ ഉണ്ട്. നമ്മളതിൻ്റെ മുകളിലൊന്നും തൊട്ടിട്ട് വരുന്ന ഒരാൾ എങ്ങനെ കീഴടക്കിയെന്നാണ് മനുഷ്യൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് മനുഷ്യൻ പറഞ്ഞു പോകുന്നതാണ്. അവനത് കീഴടക്കിയെന്ന്. ഒന്നും കീഴടക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പിന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്കതിൻ്റെ മണ്ടക്കൊന്ന് എത്തിയിട്ട് നടന്ന് തിരിച്ചു വരാനേ പറ്റത്തുള്ളൂ.
അപ്പം അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു എവറസ്റ്റ് കീഴടക്കില്ല, ഇനി നിനക്ക് എന്താ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളില്ലെങ്കിൽ എനിക്കും സാറിനോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് റിട്ടയർ ആകാൻ പോവാ, നിങ്ങളെല്ലാം ഒരു സൂപ്പർ റിട്ടയർമെൻറ്റ് ലൈഫ് നേരാനായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം സാറ് 56 വയസ്സേ ഉള്ളൂ. വിദേശീയരൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 45-ാമത്തെ വയസ്സിലാണ്. 45 വയസ്സിൽ അവർ തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ 45-ാം വയസ്സിലാണ് അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കൂടെ അന്റാർട്ടിക്കയിൽ വന്നൊരു റിച്ചാർഡ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. പുള്ളിക്കാരൻ്റെ സ്റ്റോറി പറയാം. പുള്ളിക്കാരൻ 70 വയസ്സുണ്ട്. പുള്ളിക്കാരൻ 6 ഭൂഖണ്ഡങ്ങൾ ഉയരം കൂടിയ കൊടുമുടി കയറിയതാണ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ എന്ന് പറഞ്ഞ കൊടുമുടിയിലായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെ പോകണേ 65 ലക്ഷം രൂപ വേണം. എനിക്ക് സ്പോൺസറെ കിട്ടി ഞാൻ അവിടെ പോവാം. ഫസ്റ്റ് മലയാളിയാണ് ഈ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കയറാൻ പോകുന്നത്. ഇദ്ദേഹം അമേരിക്കക്കാരനാണ്, റിച്ചാർഡ്. അപ്പം അദ്ദേഹം വിറച്ചാണ് വരുന്നത്. 70 വയസ്സുണ്ട്. അയാൾ 10 വർഷം മുമ്പ് എവറസ്റ്റ് കയറിയതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. പുള്ളിയുടെ ലൈഫിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ പരീക്ഷണം നടത്തുന്ന ഒരു എക്സ്പെഡീഷനാണ്. പുള്ളിക്കാരന് അവിടെ 18 ദിവസം കഴിഞ്ഞ് നമ്മളെ ഒരു അന്റാർട്ടിക്കയിൽ ഒരു യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പ് എന്ന് പറഞ്ഞ ക്യാമ്പുണ്ട്. അവിടെ ഒരു വിമാനത്തിൽ നമ്മളെ കൊണ്ട് ഇറക്കി വിടും. പിന്നെ 18 ദിവസം കഴിഞ്ഞ് അടുത്ത വിമാനം വരത്തുള്ളൂ. ഈ 18 ദിവസത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരൻ അവിടെ വരുന്നതിന് 6 മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഈ എക്സ്പെഡീഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം അത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ലൈഫിനെ ആ ഒരു ഗോളിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയും ഞാനത് നേടിയെടുക്കും എന്നുള്ള എന്താ പറയുക ഒരു ലക്ഷ്യമായിട്ടാണ് വിദേശത്തിലെ ആൾക്കാർ നടക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ എവറസ്റ്റ് കയറാൻ വന്ന കെഞ്ചി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം 60-ാമത്തെ വയസ്സിലാണ് എവറസ്റ്റ് കയറാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ നടക്കുന്ന സ്പീഡ് കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ജപ്പാൻകാരുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ജപ്പാൻകാരുടെ കൂടെ ജോലി ചെയ്തവർക്ക് മനസ്സിലാവും. അവർ വിശ്രമിക്കത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് പൊക്കോണ്ടേയിരിക്കും. 60-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എവറസ്റ്റ് കയറുന്നത്. അതേപോലെ എൻ്റെ കൂടെ എവറസ്റ്റ് കയറാൻ വന്ന ഒരു ചെക്കോസ്ലോവാക്യക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും പോലെ ഇരിക്കുന്നത്, നടക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുക. അദ്ദേഹത്തിന് ചെക്കോസ്ലോവാക്യയിലെ 4 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്, വലിയ മുതലാളി. അദ്ദേഹം എവറസ്റ്റ് കയറി. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വെച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കര ബോറടി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അങ്ങനെ എവറസ്റ്റ് കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി എടുത്ത എന്താ. അപ്പം അങ്ങനെ 7 ഭൂഖണ്ഡങ്ങളിലെ ഹയസ്റ്റ് പീക്സ് കയറാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ എവറസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം അതിന് മുമ്പ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാറോ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 2ആയി. മൂന്നാമത്തത് നോർത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് ദെനാലി. ഞാൻ 5 ദിവസം കഴിഞ്ഞ് പോകാൻ പോകുന്ന പീക്ക് ഞാൻ നേരത്തെ കയറിയതാണ്. എനിക്ക് എവറസ്റ്റിനേക്കാളും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയ പീക്ക് അതാണ്. കാരണം അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. മൗണ്ടൻസിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ എപ്പോൾ വേണം നമ്മൾ കുഴിയിൽ വീഴാം. മീൻസ് വലിയ ഗ്ലേഷ്യറിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ നടക്കുന്നത്. ആ ഗ്ലേഷ്യറിൽ ഒരുപാട് ക്രാക്സ് ഉണ്ട്. ഈ ക്രാക്സ് എല്ലാം ഒളിഞ്ഞിരിക്കുക. ചെറിയ മഞ്ഞ് പാളികൾ മേളി വന്ന് വീഴും. നമ്മൾ പോകുമ്പോൾ ഇതിനകത്ത് കുഴിക്കകത്ത് വീഴും. അങ്ങനെ 2 കുഴിയിൽ വീണ് രക്ഷപ്പെട്ടിട്ടൊക്കെ ഞാൻ വന്നത്. 2023 ജൂലൈയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. 2023 സെപ്റ്റംബറിൽ യൂറോപ്പിൻ്റെ ഹയസ്റ്റ് പീക്ക്, അത് റഷ്യയിലായിരിക്കുന്നത്, മൗണ്ട് എൽബ്രൂസ്, അത് കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ മുകളിലെത്തിയ സമയത്ത് ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു നീ മുകളിലേക്ക് കയറണ്ട. കാരണം എന്താ, നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി ആ സമയത്ത്, ഏറ്റവും മുകളിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ്. കാരണം അടുത്ത ഇടി വെട്ടാൻ പോകുന്ന അവിടെയാണ്. ഈ മലയുടെ മണ്ട ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയുന്നവർക്കറിയാം, ഈ ഇടി വെട്ടുന്നതിന് മുമ്പ് ആ ഏരിയ ചാർജ് ചെയ്യും. ഒരു ഫോഴ്സും ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തോ. അപ്പോൾ നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അപ്പം ആ സിറ്റുവേഷനിൽ ഞങ്ങൾ മേളിലോട്ട് കയറുന്ന വലിയ മണ്ടത്തരമാണ്. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കയറി ഞങ്ങൾ ഇറങ്ങി. അപ്പം തന്നെ അവിടെ ഇടി വെട്ടി. അപ്പം അങ്ങനെയാണ് റഷ്യയിലെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അന്റാർട്ടിക്കയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് വിൻസൺ. മൗണ്ട് വിൻസണിൻ്റെ മേളിലെത്തി ഒരു 30 സെക്കൻഡ് ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഗ്ലൗസ് ഊരിയപ്പോൾ തന്നെ എൻ്റെ 2 വിരലിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീ കൊണ്ട് കൈ പൊള്ളുന്ന പോലെ മഞ്ഞ് കൊണ്ട് പൊള്ളുന്ന. ഒരു പ്രാവശ്യം പൊള്ളി വീണ്ടും അത് തണുത്തിട്ട് ചൂടായിട്ട് വീണ്ടും തണുത്ത് കഴിഞ്ഞാൽ വിരൽ മുറിച്ച് കളയേണ്ടി വരും. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയും. അത് 2 വിരലിനായിട്ട് ബുദ്ധിമുട്ടായി. അപ്പം അങ്ങനെ 2023 ഡിസംബറിൽ അന്റാർട്ടിക്ക കംപ്ലീറ്റ് ചെയ്യുന്നു. 2024 ജനുവരിയിൽ അക്കൻകാഗ്വ, സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് അക്കൻകാഗ്വ. അത് അർജന്റീനയിലാണ് ഉള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം അതിരിക്കുന്നത് ചിലിയിലാണ്. ചിലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും അത് തന്നെ, ഓഹോസ് ഡെൽ സലാഡോ എന്ന പേര്. അപ്പോൾ ഈ അഗ്നിപർവ്വതവും സൗത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്കിൻ്റെ കൊടുമുടിയും കയറാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ട്. ഈ ഫ്രോസ്റ്റ് ബൈറ്റ് വെച്ച് വേറെ പർവ്വതമൊന്നും കയറാൻ പാടില്ല. കാരണം വീണ്ടും തണുത്ത് കഴിഞ്ഞാൽ എൻ്റെ വിരൽ മുറിച്ച് കളയേണ്ടി വരും. ഈ 2 എക്സ്പെഡീഷനും ഞാൻ ആ തണുത്ത വിരലുകൾ, എൻ്റെ മുറിച്ച് കളയാൻ പോകുന്ന വിരലുകൾ കൊണ്ടാണ് ഞാൻ ചെയ്തത്. കാരണം സൗത്ത് അമേരിക്കയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുക, 4 ലക്ഷം രൂപ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ്. അപ്പോൾ ഞാൻ ആ ഒരൊറ്റ ടിക്കറ്റ് ഈ 3 പർവ്വതവും തീർക്കാമെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്.
അതിനുശേഷം നവംബറിൽ ആസ്ട്രേലിയയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് കോഷിയോസ്കോ. അങ്ങനെ ആണ് 7 സമ്മിറ്റ്സ്, 7 ഭൂഖണ്ഡങ്ങളിലെ ഹയസ്റ്റ് പീക്സ്. ഞാൻ പറഞ്ഞു വന്നത് ഓരോ പീക്സും ഓരോ യാത്രകളും ഡേഞ്ചറസ് ആയിട്ടുള്ള ജേർണീസാണ്. ഇപ്പോൾ സാറിൻ്റെ ലൈഫിലും ഈ പറയുന്ന നമ്മൾ കടന്നലിനെ കുറിച്ച് പറയുമ്പോഴും എന്താ പറയുക, ഫയർ ആൻഡ് റെസ്ക്യൂ, എനിക്ക് അവിടെ ജോലി കിട്ടിയതാണ്. എനിക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് കിട്ടി, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് കിട്ടി, സെക്രട്ടേറിയറ്റ് കിട്ടി. അങ്ങനെ അവസാനം സെക്രട്ടേറിയറ്റ് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയത്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ എനിക്ക് കിട്ടിയതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ജോലിയല്ല, അവിടെ ഡെഡിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 1 വർഷത്തെ ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, മോണ്ടിസോറി, TTC കോഴ്സുകൾക്കൊപ്പം 3 വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം. അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങും, മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും. യോഗ്യത +2 ഡിഗ്രി, +2 തോറ്റവർക്കും അപേക്ഷിക്കാം. 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 80757 64120 79026 38001 99466 53040.